إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم، ومن يعص الله ورسوله فقد ضل ضلالا مبينا. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിലും അവന്റെ റസൂലിലും പരലോകത്തിലും ദൃഢമായി വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും അവന്റെ ജീവിതത്തിൽ ഉടനീളം സത്യസന്ധതയുടെ മാർഗം പിന്തുടരുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. അവന്റെ സംസാരത്തിലും കർമ്മത്തിലും ആ സത്യസന്ധത പ്രതിഫലിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഖുലിൽ ഹഖ് വലൗ കാന മുർറൻ. നീ സത്യം മാത്രം പറയുക, അത് കയ്പാണെങ്കിലും. വഖുലിൽ ഹഖ് വലൗ അലാ നഫ്സിക്.
നിനക്ക് അത് അനുകൂലമല്ല എങ്കിലും സത്യം മാത്രം പറയുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം വാക്കിൽ ഒതുക്കിയിരുന്നില്ല എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഖുറൈശി ഗോത്രത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിന്റെ അടിവാരത്ത് ഒരുമിച്ച് കൂട്ടി. അവിടെ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഈ കുന്നിന്റെ അപ്പുറത്ത് നിന്ന് വലിയ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. അതിനവരുടെ മറുപടി, മുഹമ്മദ്, നീ ഒരിക്കലും കളവ് പറയുന്നതായി ഞങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഞങ്ങൾ അത് ഉറപ്പായിട്ടും വിശ്വസിക്കും എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അവരോട് പറഞ്ഞത്, എങ്കിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കിതാ മുന്നറിയിപ്പ് നൽകുന്നു. പരലോകത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്കിതാ മുന്നറിയിപ്പ് നൽകുന്നു. അല്ലാഹുവാണ് സൃഷ്ടാവ്. ആ സൃഷ്ടാവും ഏകനുമായിട്ടുള്ള അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. അവനോടൊപ്പം നിങ്ങൾ ആരാധിക്കുന്ന ആളുകളെ നിങ്ങൾ ഒഴിവാക്കണം. ബഹുദൈവ ആരാധന നിങ്ങൾ ഒഴിവാക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മരണത്തിന് ശേഷമുള്ള പരലോകത്ത് വിജയിക്കാൻ സാധിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്. അവിടെയാണ് അവർ തെറ്റിയത്. സത്യസന്ധനാണെങ്കിലും കളവ് പറഞ്ഞിട്ടില്ല എങ്കിലും അവരുടെ വിശ്വാസത്തിനെതിരാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ വിശ്വസിക്കാതിരുന്നത്. അല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് ആയിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനാണ് എന്ന് ഏവരാലും അൽ അമീൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത വ്യക്തിത്വമാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെയാണ് ഏറ്റവും വലിയ സത്യമായിട്ടുള്ള തൗഹീദ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിന് നൽകിയിട്ടുള്ളത്. ആ തൗഹീദാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള പ്രവാചകന്മാരും സമുദായങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം അതാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക് മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. നിനക്ക് മുമ്പുള്ള ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല അവർക്ക് വഹ്യ് നൽകാതെ. എന്താണ് അവർക്ക് വഹ്യ് നൽകിയിട്ടുള്ളത്? ലാ ഇലാഹ ഇല്ലാ അന, ആരാധനക്കർഹനായിട്ട് ഞാനല്ലാതെ മറ്റൊരാളുമില്ല. അതുകൊണ്ട് ഫഅ്ബുദൂൻ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണമെന്ന സത്യമാണ് നിനക്ക് മുമ്പുള്ള സമുദായങ്ങൾക്ക് നിനക്ക് മുമ്പുള്ള ദൂതന്മാരോട് പറയാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്ന ഹാദിഹി തദ്കിറ, നിശ്ചയമായും ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഫമൻ ശാ ഇത്തഖദ ഇലാ റബ്ബിഹി സബീല, ആരാണോ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ആ മാർഗം അവൻ സ്വീകരിക്കട്ടെ എന്ന് അല്ലാഹു തആല പറയുകയാണ്. അടിസ്ഥാനപരമായിട്ടുള്ള അത്യന്താപക്ഷേപിതമായിട്ടുള്ള തൗഹീദിന്റെ ഈ സന്ദേശം മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ലോകത്തുള്ള സകല സമൂഹങ്ങളിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകന്മാരെ നിയോഗിക്കുകയുണ്ടായി എന്ന് അല്ലാഹു തആല പറയുന്ന കാര്യമാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ സമൂഹങ്ങളിലേക്കും നമ്മുടെ ദൂതന്മാരെ നാം അയച്ചിട്ടുണ്ട്, നാം നിയോഗിച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ ദൗത്യം ഉണ്ടായിരുന്നത്? അവർ അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി
ദുർമൂർത്തികളെ അവർ ഒഴിവാക്കാൻ വേണ്ടി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ തൗഹീദിന്റെ പ്രഖ്യാപനം ഓരോ പ്രവാചകനും തന്റെ സമൂഹത്തോട് സധൈര്യം പ്രഖ്യാപിക്കുകയുണ്ടായി. ആ കാര്യം അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. പ്രവാചകരെ പറയണം, ഇന്നമാ അദ്ഉ റബ്ബി, നിശ്ചയമായും ഞാൻ എൻ്റെ രക്ഷിതാവിനെ മാത്രമേ വിളിക്കുകയുള്ളൂ, അല്ലാഹുവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, അല്ലാഹുവിനെ മാത്രമേ ഞാൻ വിളിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, അല്ലാഹുവിന്റെ കൂടെ അല്ലാഹുവിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല, ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് പുറമെ വേറെ ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ, വേറെ ആരോടെങ്കിലും ദുആ ചെയ്താൽ അത് ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ് എന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. എത്രത്തോളം ബലഹീനരാണ് നാം വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ. നമ്മൾ ആരെയാണോ വിളിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ, അമ്പിയാക്കളെ, സ്വാലിഹീങ്ങളെ, മറ്റുള്ള ആളുകളെ വിളിക്കുന്ന ആളുകൾ, പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഈ പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ, വിളിക്കപ്പെടുന്ന ആളുകൾ എത്രത്തോളം ബലഹീനരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഫാത്തിറിന്റെ 13-14 ആയത്തുകളിലൂടെ വിശദീകരിക്കുകയാണ്. യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ. അല്ലാഹു തആലയാകുന്നു രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നത്, പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അവന്റെ നിയമത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. കുല്ലു യജ്രി ലി അജലിൻ മുസമ്മ, എല്ലാതും കൃത്യമായ ഒരളവിൽ, നിശ്ചിതമായ ഒരവധി വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ രൂപത്തിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കുന്നവൻ അതാണ് അല്ലാഹ്. റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ്. ലഹുൽ മുൽക്ക്, അവനാകുന്നു ആധിപത്യം. അതുകൊണ്ട് വല്ലദീന തദ്ഊന മിൻ ദൂനി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിക്കുന്നവർ മാ യംലികൂന മിൻ ഖത്മീർ, ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്താത്തവരാണ് നിങ്ങൾ വിളിക്കുന്നത് എന്ന് അല്ലാഹു തആല പറയുകയാണ്. അത്രത്തോളം ദുർബലരാണ് എന്നാണ്. എന്തിനാണ് അവരെ വിളിക്കുന്നത്? അവർ നിങ്ങളുടെ വിളി കേട്ട്, നിങ്ങളുടെ പ്രാർത്ഥന കേട്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാനല്ലേ. യഥാർത്ഥത്തിൽ ഇൻതദുഹും, അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുകയാണ്, ഇൻതദുഹും ലാ യസ്മഉ ദുആഅകും, നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല, പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേൾക്കുമെന്ന് നിങ്ങൾ സങ്കൽപ്പിക്കുന്നു, നിങ്ങൾ കേൾക്കുമെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ, കേട്ടാൽ തന്നെ മസ്തജാബൂലക്കും, നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല എന്നുള്ളതാണ്. എന്റെ കുട്ടിക്ക് രോഗമാണ്, ആ രോഗം മാറാൻ ഇന്ന ദർഗയിൽ പോകണമെന്ന് ഒരാൾ പറയുന്നു, ഞാൻ അവിടെ പോകുന്നു. ആ ദർഗയിലുള്ള മഹതിയോട് ഞാൻ എന്റെ ആവശ്യം പറയുന്നു. ആവശ്യം കേട്ടാൽ പോലും മസ്തജാബൂലക്കും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതിന്റെ ഉത്തരം അവർ ചെയ്യുകയില്ല, നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. കേൾക്കുമെന്ന് നിങ്ങൾ സങ്കൽപ്പിച്ചാലും അതിന്റെ ഉത്തരം അവർ ചെയ്യുകയില്ല എന്ന് അല്ലാഹു തആല പറയുന്നത് സൂറത്തു ഫാത്തിറിന്റെ 13-14 ആയത്തുകളിലാണ്. അത്തരം പ്രവർത്തികൾ ചെയ്യുന്ന നമ്മുടെ സ്നേഹിതന്മാർക്ക് ഈ ആയത്തുകളും അതിന്റെ അർത്ഥങ്ങളും സൂറത്തു ഫാത്തിറിന്റെ 13-14 ആയത്തും അർത്ഥവും അറിയിച്ചു കൊടുക്കേണ്ടത്, എത്തിച്ചു കൊടുക്കേണ്ടത് അതറിഞ്ഞ നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റണമെന്ന് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വയൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ
ഖിയാമത്ത് നാളിൽ യക്ഫുറൂന ബിശിർക്കിക്കും, ആയത്തിന്റെ അവസാനത്തിൽ പറയുകയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ ശിർക്കിനെ അവർ നിഷേധിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ആരെയെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ, സഹായം അഭ്യർത്ഥിച്ചാൽ, ദുആ ചെയ്തു കഴിഞ്ഞാൽ അത് ശിർക്കാണ് എന്നുള്ളതാണ്. ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പരലോകത്ത് വെച്ച് അവർ കൈയൊഴിയുന്നതാണ് എന്നാണ് അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകുന്നത്. എത്രത്തോളം അല്ലാഹു തആല സൂറത്തുർ റഅദിന്റെ 14-ാമത്തെ സൂക്തത്തിലൂടെ പറയുകയാണ്, ലഹു ദഅവത്തുൽ ഹഖ്, അല്ലാഹുവിനുള്ളതാണ് ന്യായമായിട്ടുള്ള പ്രാർത്ഥന, അല്ലാഹുവിനുള്ളതാണ് അർഹമായിട്ടുള്ള പ്രാർത്ഥന. വല്ലദീന യദഊന മിൻ ദൂനി, അല്ലാഹുവിന് പുറമേ അവർ പ്രാർത്ഥിക്കുന്നത് ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഒരു കാരണവശാലും ഒന്നിലും അവർക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു ഒരു ഉദാഹരണം പറയുകയാണ്, ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാ ലിയബ്ലുഗ ഫാ, ഒരാൾ അവൻ വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളത്തിന്റെ നേരെ ഒരാൾ 2 കൈകളും നീട്ടിയിരിക്കുന്നു. അവൻ ആ വെള്ളം പിടിച്ചുകൊണ്ട് അവന്റെ വായിലേക്ക് ഒഴിക്കുന്നില്ല. ആ വെള്ളം അവന്റെ വായിലേക്ക് എത്താൻ വേണ്ടി വെറുതെ വെള്ളത്തിലേക്ക് കൈ നീട്ടിയിരിക്കുന്നവനെ പോലെയാണ്. ആ വെള്ളം അവൻ ഇങ്ങനെ വെറുതെ കൈ നീട്ടി എന്നുള്ളത് കൊണ്ട് അവന്റെ വായിലേക്ക് എത്തുകയില്ലല്ലോ. അതേപോലെയാണ് അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ആരോടെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ, മഹാന്മാരാകാം, സ്വാലിഹീങ്ങളാവാം, നബിമാരാവാം, മഹദികളാവാം, ആരായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വെറും പണിയാണ്, വെറും പ്രവർത്തനമാണ്, ഉപകാരമില്ലാത്ത പ്രവർത്തനമാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, നന്ദി കെട്ടിട്ടുള്ള ആളുകളുടെ പ്രാർത്ഥന പിഴവിലാണ്, വഴിപ്പിച്ചു പോയിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ കാര്യമാണ് ഒരു ദിവസം നമ്മൾ ആവർത്തിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത്. ആവർത്തിച്ച് നാം പ്രതിജ്ഞ ചെയ്തിട്ട് നമ്മുടെ ചില സ്നേഹിതന്മാർ പോകുന്നത് മഖ്ബറയിലേക്കാണെങ്കിൽ, മറ്റുള്ള ആളുകൾ വിളിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ പ്രതിജ്ഞ അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ ആശയം അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. വളരെ കൃത്യമായി വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് തൗഹീദ് എന്താണ് എന്നുള്ളത്. ആരാധനയായിട്ട് എന്തെല്ലാം കാര്യം നാം ചെയ്യുന്നുണ്ടോ അത് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം എന്നുള്ളതാണ്. അതിലൊരു വിഭാഗമാണ് പ്രാർത്ഥന എന്നുള്ളത്. ആ പ്രാർത്ഥന ആരാധനയല്ല എന്ന് വാദിക്കുകയാണെങ്കിൽ അതിനും മറുപടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അദ്ദുആ ഹുവൽ ഇബാദ, ദുആയാണ് പ്രാർത്ഥന, പ്രാർത്ഥന ആരാധനയാണ്, ആരാധനയിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് എല്ലാ ആരാധനകളും അല്ലാഹുവിന് മാത്രമായിരിക്കണം. ആരാധനകൾപ്പെട്ട ഏതെങ്കിലും ഒന്ന് അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് സമർപ്പിച്ചാൽ അതിന് പറയുന്ന പേരാണ് ശിർക്ക്. ആ ശിർക്കിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അല്ലാഹുവിൽ ശിർക്ക് വച്ചാൽ അവന് ആ പാപം അല്ലാഹു തആല പൊറുക്കുകയില്ല, മറ്റുള്ള പാപങ്ങൾ അല്ലാഹു തആല പൊറുത്തേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ശിർക്ക് ചെയ്താൽ ആ ശിർക്കിന്റെ പാപം അവനിൽ നിന്ന് മായ്ക്കപ്പെടണമെങ്കിൽ അത് അവൻ കൃത്യമായി ഏറ്റു പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന്
പ്രത്യേകം തൗബ ചെയ്താൽ മാത്രമാണ് അല്ലാഹു തആല പുറത്തു കൊടുക്കുക. മറ്റുള്ള കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു തആല പുറത്തു കൊടുത്തേക്കാം, എന്നാൽ ശിർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല എന്നുള്ളതാണ്. ആരെങ്കിലും ശിർക്ക് വച്ചാൽ വലിയ പാതകമാണ്, വലിയ തെറ്റാണ് അവൻ കെട്ടിച്ചമച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഒരാളുടെ ജീവിതത്തിൽ ശിർക്ക് വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പിന്നീട് അവന്റെ മറ്റുള്ള നമസ്കാരങ്ങളോ നോമ്പോ സകാത്തുകളോ മറ്റുള്ള കർമ്മങ്ങളോ ആവശ്യമില്ല എന്നുള്ളതാണ്. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻതൂറാ. അല്ലാഹു തആല പറയുകയാണ്, അവരുടെ കർമ്മങ്ങൾ ചിതറപ്പെട്ട ധൂളിയായി പൊടിയായി മാറ്റപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഫുർഖാനിലൂടെ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചെയ്താൽ പോലും അതിന്റെ റിസൾട്ട് അതാണ്, അതിന്റെ പ്രതിഫലനം അതാണ്. അല്ലാഹു തആല പറയുകയാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുന്ന കാര്യമാണ്, നീയാണ് ശിർക്ക് വെക്കുന്നതെങ്കിൽ പോലും, നീയാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതെങ്കിൽ പോലും നിന്റെ കർമ്മങ്ങൾ ബാത്തിലായി പോകുന്നതാണ്, നിഷ്ഫലമായി പോകുന്നതാണ് എന്നാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരിൽ ഉൾപ്പെടുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പോലും അല്ലാഹു തആല പറയുന്ന കാര്യമാണ്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. തൗഹീദാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ആ തൗഹീദ് ശരിയായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കേണ്ടവരാണ്. അത് ആളുകളോട് പറഞ്ഞു കൊടുക്കലാണ്, അത് ദഅവത്ത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ്. ആ രൂപത്തിൽ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ നാം തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കണം. ആ ആരാധനയിൽ ശിർക്ക് വെക്കാൻ പാടില്ല. തൗഹീദുള്ളവരാകണം. എല്ലാ ആരാധനയുടെ കർമ്മങ്ങളും ഭാഗങ്ങളും അംശങ്ങളും അല്ലാഹുവിന് മാത്രമായിരിക്കണം എന്നാണ് നാം സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആരാധന, അവനോടുള്ള ആരാധന പരിപൂർണമാകുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ നിരുപാധികം അനുസരിക്കുന്നതിലൂടെയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹമില്ലാത്തവർ, അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കാത്തവർ, സ്വലാത്ത് ചൊല്ലാത്തവർ, അല്ലാഹുവിന്റെ റസൂലിനെ വിലവെക്കാത്തവർ എന്ന് ചില സ്നേഹിതന്മാർ നമ്മളെ പറ്റി സംസാരിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ കൃത്യമായി കൂട്ടാതെ കുറക്കാതെ ജീവിക്കണമെന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെയാണ് പറയേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت. നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്. അവർക്കിടയിൽ ഭിന്നതയുണ്ടായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നെ വിധികർത്താവാക്കി, ആ വിധികർത്താവാക്കി എന്നുള്ള നിലക്ക് നീ അവരെ ആ വിഷയത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചാൽ ثم لا يجدوا في أنفسهم حرجا مما قضيت,
നീ വിധിച്ചതിൽ ഒരു അസ്വസ്ഥതയുമില്ലാത്ത ആളുകൾ, അവരുടെ മനസ്സിൽ ഒരു വിഷമവും തോന്നാത്ത ആളുകൾ, വയുസല്ലിമു തസ്ലീമ, അവർ പൂർണ്ണമായത് സമ്മതിച്ച് അനുസരിക്കുകയും അങ്ങനെ ചെയ്യുന്നത് വരെ അവർ മുസ്ലിം അല്ല, അവർ മുഅ്മിനീങ്ങളല്ല. അള്ളാഹുവിന്റെ റസൂൽ എന്താണോ വിധിച്ചത്, അള്ളാഹുവിന്റെ റസൂൽ എന്താണോ പറഞ്ഞത്, അത് അതുപോലെ കേൾക്കുകയും അനുസരിക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ മുഅ്മിനീങ്ങളല്ല എന്ന് അല്ലാഹു തആല നമുക്ക് തോന്നിയ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തെ പിന്തുടരുക എന്നുള്ളതല്ല. നമുക്ക് തോന്നുന്ന രൂപത്തിൽ ഗുലുവ് കാണിക്കാൻ പാടില്ല, നമുക്ക് തോന്നുന്ന രൂപത്തിൽ വെട്ടിക്കുറക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാതിരിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ 3 യുവാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനാ കർമ്മങ്ങളെ സംബന്ധിച്ച് ചോദിക്കാൻ. അവർ കേട്ടതിന് ശേഷം, ചുരുക്കി പറയാൻ, അവർ കേട്ടതിന് ശേഷം അവർ ഒരു പ്രതിജ്ഞ എടുക്കാൻ, ഇത് അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന് ഏറ്റവും അടുത്തവനാണ്, നമ്മളും റസൂലും എവിടെയാണ്, അതുകൊണ്ട് നമുക്കിനി എന്ന് പറഞ്ഞു ഒരാൾ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്, ഞാൻ എല്ലാ ദിവസവും ഇനി നോമ്പ് അനുഷ്ഠിക്കുന്നതാണ്, എല്ലാ ദിവസവും നോമ്പില്ലാത്ത ഒരു ദിവസവും എനിക്കുണ്ടാവുകയില്ല. മറ്റേയാള് വേറൊരാള് പ്രതിജ്ഞ എടുത്തത് എല്ലാ ദിവസവും ഞാൻ രാത്രി നമസ്കരിക്കുന്നതാണ്, എല്ലാ ദിവസവും ഞാൻ രാത്രി നമസ്കരിക്കുന്നതാണ്. മൂന്നാമത്തെ ആള് പ്രതിജ്ഞ എടുത്തത് ഞാൻ വിവാഹം പോലും കഴിക്കാതെ അള്ളാഹുവിനുള്ള ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ട് ആ ആരാധനയിൽ മുഴുകി ജീവിക്കുന്നതാണ്, അതിനുവേണ്ടി ഞാൻ വിവാഹം പോലും കഴിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ആളുകൾ വന്നിരുന്നു, ഇന്ന പ്രതിജ്ഞ എടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, നിങ്ങളാണോ ഇന്ന രൂപത്തിൽ പ്രതിജ്ഞ എടുത്ത ആളുകൾ? അവർ അഭിമാനത്തോടു കൂടി പറഞ്ഞു, അതേ റസൂലെ, ഞങ്ങളാണ്. കാരണം എന്താണ്? നല്ല നല്ല തീരുമാനങ്ങളാണ് അവർ എടുത്തത്, അവരുടെ ബുദ്ധിയിൽ അവർ നല്ല നല്ല തീരുമാനങ്ങളാണ് എടുത്തത്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അമാ വല്ലാ, എന്ന് മനസ്സിലാക്കിക്കോളും, അല്ലാഹു തന്നെയാണ് സത്യം. ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹ്, നിങ്ങളെക്കാൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് ഞാനാണ്, നിങ്ങളെക്കാൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് ഞാനാണ്. എന്നാൽ ലാകിന്നി അസൂമു വഉഫ്തിർ, ഞാൻ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്, നോമ്പില്ലാത്ത ദിവസങ്ങളും എനിക്കുണ്ട്. വഉസല്ലി വഅർഖുദ്, ഞാൻ രാത്രി നമസ്കരിക്കാറുണ്ട്, രാത്രി നമസ്കാരത്തിന് ശേഷം ഞാൻ ഉറങ്ങാറുമുണ്ട്. വഅതസവ്വജുൻ നിസാ, ഞാൻ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടാത്തവൻ എന്നിൽപ്പെട്ടവനല്ല. എന്ന് പറഞ്ഞാൽ നമ്മളെ ബുദ്ധിക്കനുസരിച്ച് എന്ത് ചെയ്യരുത്, അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ ദീനിൽ നാം കൂട്ടിച്ചേർക്കരുത് എന്നാണ്. നമ്മുടെ ബുദ്ധിക്ക് എന്താ, എല്ലാ ദിവസവും നോമ്പ് എന്നല്ലേ അവൻ പറഞ്ഞത്, പ്രതിജ്ഞ എടുത്ത് എല്ലാ ദിവസവും രാത്രി നമസ്കരിക്കും, ഉറങ്ങാതെ രാത്രി നമസ്കരിക്കും എന്നാണ്. എല്ലാ ദിവസവും നിസ്കരിക്കുന്നല്ല, ഉറങ്ങാതെ നമസ്കരിക്കും. റസൂൽ പറയാണ്, ഞാൻ ഉറങ്ങിയിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്. റസൂൽ പറയാണ്, നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്, നോമ്പില്ലാത്ത ദിവസമുണ്ട്, ഇതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യണ്ട, പോണ്ടാന്ന്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത് അവിടെ നിൽക്കുക, റസൂൽ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ ജീവിക്കാം, എന്നാൽ നമുക്ക് രക്ഷപ്പെടാം. എന്നാൽ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് റസൂലിനേക്കാൾ കവച്ചു വെക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നാശത്തിലാണ് ചെന്നുപെടുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, എന്നിൽപ്പെട്ടവനല്ല അവൻ എന്നാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞ് എന്തൊക്കെ ചെയ്താലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനില്ലെങ്കിൽ അത് നഷ്ടമാണ്.
അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ജീവിച്ചത് ആ രൂപത്തിൽ ആ സുന്നത്തുകൾ എടുത്തുകൊണ്ട് ജീവിക്കുക. എന്നെ കണ്ടാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്നവനാണെന്ന് ഒരാൾക്ക് തോന്നണം. എന്നെ കാണുമ്പോ തന്നെ തോന്നണം. അവന്റെ നെരിയാണിക്ക് മുകളിലാണ് വസ്ത്രം, അവന്റെ മുഖത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തായിട്ടുള്ള താടി ഉണ്ടാകും. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പഠിപ്പിച്ചത്, എങ്ങനെയാണോ ജീവിച്ചത്, എങ്ങനെയാണോ കാണിച്ചു തന്നിട്ടുള്ളത് ആ രൂപത്തിൽ ഒരു വിശ്വാസി ജീവിക്കണം എന്നാണ്. ഒരു വിശ്വാസി ജീവിക്കണം. അവൻ എത്രത്തോളമാണ് അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റാൻ പരിശ്രമിക്കേണ്ട അവന്റെ കഴിവിന്റെ പരമാവധി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്തണം. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ കൃത്യമായി വിശ്വാസികളായി, മുഖ്ലിസീങ്ങളായി, സ്വാലിഹീങ്ങളായി ജീവിക്കുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യമാണ് ജനങ്ങളോട് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യമാണ് ജനങ്ങളോട് നാം പ്രബോധനം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിന്റെ ഭാഗമാകാൻ ആ ദഅവത്തിൽ നാം നമ്മുടേതായിട്ടുള്ള പങ്കാളിത്തം ഉറപ്പാക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഹീദ് മുറുകെ പിടിച്ച്, സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم ألف قلوبنا. اللهم ألف قلوبنا. اللهم ألف قلوبنا. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.